നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ. നിന്നെ പ്രസവിച്ച മറിയാം, നിന്നെ മാമോദീസാമുഖാനോരും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിന്മാതാവു വിശുദ്ധന്മാർന്നിവർത്തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിന്നേകസുതാ വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമത മൃതിരഹിത കാരുണ്യത്താർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതന വിമലത ശുചിയൻ നിജമൃതിയാലിവർദ്ധൻ മൃതിയെ മെതിച്ചു നിഹാനിച്ചോനെ അപ്പരിപാവനതൃ സുപിതാവോടൊപ്പം ജീവനെഴും ഋക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായി. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേല്യോൻ കൈക്കൊള്ളുവോർ കൊക്കയെഴും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ ശ്രീയന്മാരുടെ നടപ്പൂടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി പാർക്കുമോ. ശ്രീന്മാരുടെ സ്തുതിയും നമ്മുടെ മേദിന് അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയോ താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ട് മുഴുവനെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുകയെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞതേ ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരുടെ കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിനും എന്നോട് കൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്തു പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതും ഭാഗ്യമെന്നോ കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി എല്ലാവരുടെയും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ച് പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ വന്നേ അവനെ യാത്ര അയച്ചു. ഹബീബായി പാർക്കുമോ. പൗലോസ്ലിഹാധന്യൻ ചൊൽകട്ടെ നിതേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ
തെസ്സോനെ കരുതിയ 1-ാം ലേഖനത്തിൽ നിന്നും ആയി പാറിക്കുമോ. ശ്രീഹാദേവന് സ്തുതിയും നമ്മുടെ മേദിന അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തി നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവുന്നതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുള്ളവരുമല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവീനായി പറയുമോ. സ്തുതി ബലികളാണ് ചേറിടുവീ കാർത്തൃ പ്രാകാരേ നിർമ്മല കാഴ്ചയുമാ കർത്തനേ സ്തുതി മദ്ബഹാ മുൻപിൽ വടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവൻ രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്ന് വന്നവനും വാദിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. രക്ഷയ്ക്കായി തന്നെ ഏറ്റവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. ശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനം നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസികൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ അരുൾ ചെയ്തു, ഏത് നേരത്താകുന്നു നിങ്ങളുടെ യജമാൻ വരുന്നതെന്നറിയാത്തതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുകയും ഏത് യാമത്തിൽ കള്ളൻ വരുമെന്നറിയാമായിരുന്നുവെങ്കിൽ വീട്ടുടമസ്ഥൻ ജാഗ്രതയോടിരിക്കുകയും തൻ്റെ വീട് കവർ ചെയ്യുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നെന്ന് നിങ്ങൾ അറിയുകയും മനുഷ്യപുത്രൻ വരുന്നത് വിചാരിക്കാത്ത നേരത്താകുന്നതിനാൽ നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയും തക്ക സമയത്ത് വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ യജമാൻ നിയമിച്ചാക്കിയ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാരാകുന്നു.
യജമാൻ വരുമ്പോൾ തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിന്റെ മേലാവായി ആ ദാസനെ നിയമിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടനായ ദാസൻ എൻ്റെ യജമാൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സിൽ വിചാരിക്കുകയും കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും മദ്യപന്മാരോടുകൂടെ തന്നെയും കുടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നേരത്തും യജമാൻ വന്നവനെ പിരിച്ചുവിടുകയും അവൻ്റെ അവകാശം കപടഭക്തന്മാരോടുകൂടി ആക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും വെല്ലുവിളി ഉണ്ടാകും. ബാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്ദാനങ്ങൾ ഭരമേറ്റവനാം ഈ മേൽപ്പെട്ടക്കാരനു നീ പുണ്യം നൽകണമേ. തൽസ്മൃതി ദൂതൻ മാർമദ്യേ ഘോഷിക്കണമേ. വ്യാപാരത്താൽ താലന്തുകൾ വർദ്ധിപ്പിച്ചതിനാൽ കൊണ്ടാടും നവനെ തൻ മക്കൾ നാദാ നീയും സ്വർലോകത്തിൽ പരിശുദ്ധന്മാരൊത്തവനെ തോഷിപ്പിക്കണമേ. ബാർക്കുമോർ സ്തവൻകാലോ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഉന്നതി എല്ലായ്പ്പോഴും സമർപ്പിക്കാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിക്കുകയും ഉള്ള അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്ത ഉന്നതനും മഹോന്നതനും പാപത്തിന്റെ അടിമത്തത്തിൽ ഞങ്ങളെ വീണ്ടുകൊള്ളുകയും തന്റെ ബലിയേറിയത്വ സ്വീകാരത്തിന് ഞങ്ങളെ നിയമിക്കുകയും ചെയ്ത പ്രധാനാചാര്യമായ അവിടുത്തേക്ക് ദൈവികമായി സ്തോത്ര ബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളും സമയങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. ബാർക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും വന്യപിതാക്കന്മാരുടെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ഓർക്കാതെ മായ്ച്ചില്ലാമേന്നവനുമായ ദൈവതമ്പുരാനെ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദയതോന്നിയോട് കരുണ ചെയ്യണമേ. ദൈവതമ്പുരാനെ, നിന്റെ കരുണയാ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും വിശുദ്ധിയും മോഹത്തുമുള്ള നിന്റെ സഭയുടെ മക്കളായ എല്ലാ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവം തമ്പുരാനെ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികൾ കരുണയും കൃപയുമാകുന്ന പരിമഞ്ഞ തലയ്ക്കണമേ. കർത്താവും മഹത്വ
രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, എല്ലാ കടുശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്ത്യാന്തി ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പറ്റത്തിന് ബലിയായി തീർന്ന ഉത്തമയുടെ നാടുവേ, നിനക്ക് സ്തുതി. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കുമ്പോൾ നിന്റെ ദൈവീയ രഹസ്യങ്ങളുടെ കൂടാരം അതിൽ വസിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിപ്പാൻ നിന്റെ കരുണയോടെ എന്നെ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള ഉന്നതങ്ങളിലേക്ക് നിന്റെ ശ്രേഷ്ഠയുടെ മഹാവിഷ്ണു സ്ഥലത്തേക്ക് എന്നെ കരയറ്റുകയും നിന്നെ സ്തുതിക്കുന്ന ക്രോപേന്മാരുടെയും നിനക്ക് കാതീശുപാടും ശ്രോപ്യന്മാരുടെയും കൂട്ടത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുമ്പാകെയും ഞാൻ നിന്ന് നിന്റെ ജനത്തിന് പാപരിഹാരവും നിന്റെ എല്ലാ സൃഷ്ടിക്കും മോചനവും യാചിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പാകെ നിന്റെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ നീ തുറന്നു കൊടുക്കണമേ. നിന്റെ ഇടവയിലെ ആടുകൾമേൽ നിന്റെ നന്മകളെ നീ ചൊരിയണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കടങ്ങളെ നീ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന ആ കുറ്റത്തെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ. കാണാതെ പോയവർ നീ മുഖാന്തരം തിരിച്ചു വരികയും തിരുമുമ്പാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ ബലിയുടെ അടുക്കിലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുർബാനകൾ പ്രസാദിക്കുകയും അവൻ ഇറങ്ങി വന്നതിനെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ന്യായത്തിൽ ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും മഹത്വവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. അവിടുത്തെ ശുശ്രൂഷയ്ക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയും ദാസനുമായി ഞാൻ ഉത്തരമായി ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനും വിശുദ്ധിയുമുള്ള പരിശുദ്ധൻ, നമുക്കാദേശേ അവതേക്കാതെ വത്രയുൻ ഒൽമലോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്യപിതാക്കന്മാരുടെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശത്തുള്ള പ്രകാശവും
സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സർവത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ സൈന്യമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലിറക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോവരെയും വിധിപ്പാൻ തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായാലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ ശ്രേഷ്ഠരെ, ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കുർബാന കൈക്കൊള്ളുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലിയോസ് ലൈഹികവുമായ ഏകപരിസ്ഥഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഈർപ്പിനും ഒരുപാണ്ടിരിക്കുന്ന ലോകത്തിലെ പുതിശീലുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതു താൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം. ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യർ അനുഭവിച്ച് പ്രിയരേ ഇതു കരുണയുടെയും അലിവിൻ്റെയും സമയം താൻ സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താൻ ദൂരസ്ഥൻ ചെയ്തിടേണമേ നാദാകൃപ ചെയ്യുക കാനിവാൻ നാദാരമരുളി അടിയാരോടു കൃപ ചെയ്യണമേ. പാർക്കുപോർ സ്തോമൻ കാലോ റീലായിസോൻ. അത്യുന്നതനും കാണപ്പെടാമല്ലാത്തവനും യോജിപ്പിന്റെയും സമാധാനത്തിന്റെയും നാഥനുമായ ദൈവമേ,
നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഇടയിൽ വിതയ്ക്കണമേ. ആയുഷ്കാലം മുഴുവൻ നിന്റെ നേരെയുള്ള സ്നേഹവും പ്രേമവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. പാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണം. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കേണം നാം തൽ ശ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെന്നാളും. ബാറക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, തിരുമുമ്പാകെ ഞങ്ങൾ തല കുനിക്കുന്നു. കർത്താവേ, ഞങ്ങൾ തിരുമുമ്പാകെ തലകുനിച്ചു വണങ്ങിക്കൊണ്ട് മനോവേദനയോട് നിന്നോട് പ്രാർത്ഥിക്കുന്നു. മനോദുഃഖർക്ക് ആശ്വാസം നൽകുന്ന അതിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. കർത്താവേ, നിന്റെ ദൃഷ്ടി ഞങ്ങളുടെ നേരെ തിരിച്ച് നിന്റെ ചെവി ചായ്ച്ച് ദരിദ്രരായ നിന്റെ ദാസന്റെ പ്രാർത്ഥന കേൾക്കുമാറാണമേ. ഈ വിശുദ്ധ രഹസ്യങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നതായ ഈ സമയത്ത് തിരുമുഖം ഞങ്ങൾ പ്രകാശിപ്പിക്കുമാറാണമേ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും പര്യാപ്തമായി തീരുമാനിടയാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും വണക്കത്തോടും വെടിപ്പോടും ചിന്തയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദേശത്തോടും കൂടിയിട്ട് വന്യപിതാക്കന്മാരുടെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കൃപാലയം സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അടയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും വിലയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് വിശ്യാതം എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിലിരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവ്
കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. മാലാഖമാരും പ്രധാന മാലാഖമാരും കാണപ്പെടാവതല്ലാത്തതിന്റെ ശ്രേഷ്ഠതയെ സ്തുതിച്ചു പുകഴ്ത്തുന്നതായ ഈ സമയത്ത് ഞങ്ങൾ ഉന്നത ശബ്ദത്തിൽ അട്ടഹസിച്ചു ചൊല്ലുന്നു. മനുഷ്യകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് വാദിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. മനസ്സോടെയുള്ള കഷ്ടാനുഭവം നിർവഹിക്കുവാൻ അവിടുന്ന് തയ്യാറായപ്പോൾ വിശുദ്ധമായ തൃക്കൈകൾ അപ്പമെടുത്ത് പിതാവിനെ സ്തോത്രം ചെയ്തു. പറക്കുമോ വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി അനേർക്ക് വേണ്ടി മുറിക്കപ്പെടുന്നതും നിങ്ങൾക്ക് നിത്യജീവന് വേണ്ടി എന്നേക്കും യാത്രാഭക്ഷണമായി ഭവിക്കുവാനായി നൽകപ്പെടുന്നതുമായ എന്റെ ശരീരം ഇതാകുന്നു. ഇങ്ങനെ തന്നെ അത്താഴം കഴിച്ച ശേഷം വീഞ്ഞും വെള്ളവും ചേർത്തുണ്ടാക്കിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. പറക്കുമോ വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി അനേർക്ക് വേണ്ടി കടങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്ന എന്റെ രക്തമിതാകുന്നു. ഇവയെ നിങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മയെ അനുഷ്ഠിച്ചുകൊള്ളുകയും നാഥാനിൻ മൃതിയോർത്തെങ്ങൾ നിൻ ഉദ്ധാനമതേറ്റോതി കാക്കുന്നു. നിൻ പുനരാഗമനം വാഴ്വാരുലോക ഞങ്ങൾക്കെന്നും. കർത്താവേ, നിന്റെ കൽപ്പനകളെ ഞങ്ങൾ അനുസരിക്കുകയും നിന്റെ മനുഷ്യാവതാരത്തിന്റെ ഓർമ്മയെ നിർവഹിക്കുകയും സംഭ്രമജനമാതിന്റെ വരവിനായി നോക്കി പാർക്കുകയും ചെയ്യുന്നു. ഭ്രമജനകവും ഭയങ്കരവുമായ സിംഹാസനത്തിൽ നീ ഭൂഷണാകുന്ന സമയത്ത് ഞങ്ങളുടെ പഴയ പാപങ്ങൾ നീ ഓർക്കാതെ ദയാദൃഷ്ടിയോടെ ഞങ്ങളെ വീക്ഷിച്ച് ഞങ്ങളെല്ലാവരിലും കരുണ ചെയ്യണമേ. ഇവയ്ക്ക് വേണ്ടി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവികളോട് കരുണ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും
നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാർക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്ന് ആവശ്യിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര പ്രവചിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളെല്ലാവർക്കും സമാധാനവും ഞങ്ങളെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവിനോടുത്തരമരുളണമേ. കർത്താവിനോടുത്തരമരുളണമേ. കർത്താവിനോടുത്തരമരളി ദയതോന്നി എന്നിൽ കരുണയാണമേ. പ്രിയലായിസോൻ, പ്രിയലായിസോൻ, പ്രിയലായിസോൻ. ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. ഈ കാസായിലെ കരത്തിന് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമായി പൂർത്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, ഈ തിരുശരീരങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇവ സംരക്ഷണവും ശക്തിയും നൽകുന്നതും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതുമായി തീരുമാറാകണമേ. ആയത് നിന്റെ ഏകജാതിന്റെ കൃപയാലും കരുണയാലും മനുഷ്യ സ്നേഹത്താലും സാധിക്കുമാറാകണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ബാർഗ്യമോർ, ഇന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരായ ഈ വന്യപിതാക്കന്മാർക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായി ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ബലഹീന മധ്യസ്ഥതയിൽ ആർക്കു വേണ്ടി കുർബാന അർപ്പിച്ചിരിക്കുന്നു അവരെയും ഇന്ന് കുർബാന അർപ്പിക്കുവാൻ കഴിയാതെ പോയവരെയും തിരുമുൻപാകെ ഞങ്ങൾ ഓർക്കുന്നു. നീ കൃപയോട് അവരുടെ കുർബാനകളും വഴിപാടുകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ. അവരെ വിദ്വേഷിക്കുന്ന ശത്രുക്കളിൽ നിന്നും അവരെ വീണ്ടുകൊള്ളണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിലപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, കോപത്തിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും കോപവടികളിൽ നിന്നും
നിർദ്ദയരായ അധികാരികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നീ ഞങ്ങൾക്ക് സങ്കേതസ്ഥാനവും സഹായവുമായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. പാറയ്ക്കുമോ 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും ഡേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാല വിശ്വാസികളായ ഞങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഖമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശ്വാസപൂർവ്വം നിന്നെ വിളിക്കുന്നവർക്ക് നീ വേഗത്തിൽ ഉത്തരമരണമേ. പാപങ്ങളുടെ ശിക്ഷാവിധിയിൽ നിന്നും അവരെ നിരക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ബാരയ്ക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങൾ ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബ്യന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവൻഗേലിസ്തന്മാരെയും സഹോദരന്മാരെയും മൗദ്യാന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാർ യൂഹാനോൻ മാബ്ദാനയെയും ഷെമാശന്മാർ പ്രധാനിയും സഹോദരന്മാരും മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും ശ്ലീഹന്മാർ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സൗഭാഗ്യകരമായ സമൂഹത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. അവരുടെ പരിശുദ്ധ കൂടാരങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരോടുകൂടെ ഞങ്ങൾ ആത്മീയമായ ആനന്ദം അനുഭവിക്കുമാറാകണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. മറക്കുമോ സ്നേഹിയും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായാലും പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതുസുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്രീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദൈവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫീലക്സീനോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കോറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും അറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നല്ല എപ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാർ യാക്കോബ് പ്രധാനായും മാർ അബ്രഹാമും മാർ യാക്കോബും മാർ ഇസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാർ തലവനുമായ മാർ ബർസോമായും മാർ ശമോൻ ദസ്തൂനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും മാർ ബസേലിയോസും അലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദീവനാസ്യോസുമായ ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ ബിംബമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
പരിശുദ്ധ സഭയിൽ ശരിയായ സുവിശേഷം പ്രചരിപ്പിച്ചിട്ടുള്ളവരെ നീ ഓർത്തുകൊള്ളണമേ. സ്വീകാര്യയോഗ്യമായ അവരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കരുണയോടെ നീ ഞങ്ങളെ സഹായിച്ച് അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. രൂപികളുടെയും സകല ജഡങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നുയർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും, ഈ പള്ളിയിൽ നിന്നും, ഈ സ്ഥലത്തു നിന്നും, എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശീഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും നിന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. നിന്റെ പരിശുദ്ധന്മാരുടെ നാമങ്ങളോട് കൂടെ നീ ചേർക്കണമേ. ഞങ്ങളുടെയും അവരുടെയും കുറ്റങ്ങളെ നീ ഓർക്കരുതേ. ശരീരങ്ങളായവരിൽ നിന്റെ ഏകപുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ അല്ലാതെ പാപത്തിൽ നിന്ന് നിർമ്മലനായി മറ്റാരും ഇല്ലല്ലോ. അവൻ മൂലം കരുണയും പാപമോചനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങളും അവരും അവരിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, വിശ്വാസത്തോടുകൂടി ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന സൽമരിച്ചോരെയും നീ ആശ്വസിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവുകൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. ഭാവികളും എളിയവരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ, ശക്തിയേറി നിന്റെ വലം കൈ നീട്ടി പാപക്കണികളിൽ വീണുപോകാതിരിപ്പാൻ ഞങ്ങളെ താങ്ങണമേ. ലജ്ജ കൂടാതെ തിരുമുൻപാകം നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും അനശ്വരമായ മണവറയിലേക്ക് നീ നയിക്കണമേ. ഇവിടെയായും അവിടെയായും വിശുദ്ധവും വന്യവുമായ നിന്റെ നാമം നിന്റെ ഏകപുത്രനോടും പരിശുദ്ധാത്മാവോടും കൂടെ ഞങ്ങൾ സ്തുതിച്ചു പുകഴ്ത്തുകയും ചെയ്യുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമീൻ. തിരുനാമപ്രകാരം തന്നെ ഇരിക്കുകയും ലോകാലോകങ്ങളും സ്നേഹിക്കുകയും ചെയ്യുന്നു. ആമീൻ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എപ്പിസ്കോപ്പമാരാകും ആചാര്യ ദീശന്മാരേ, നാദൻ നിർമ്മലസാഭതന്നിൽ ഈടയന്മാരായി നിയമിച്ചു.
ആത്മാവിൻ താലന്തോകളെ ഏൽപ്പിച്ച നവനീനാഥൻ ഉത്സാഹ താൽ സൗഭാഗ്യം സംപ്രാപിക്കുന്നോന്തന്യൻ സന്തോഷത്തിൽ വാനിൽ പന്തിരിക്കുമവൻ നേടട്ടെ നിത്യസ്മരണം പാപികളാം ഞങ്ങൾക്കെന്നും മോചനവും വാഴ്വും നൽകും സർവേശ എന്നേക്കും സ്തുതിയങ്ങേക്കുണ്ടാകട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. മറക്കുമ്പോൾ സഹോദരങ്ങളെ, നിരപ്പിന്റെയും സമാധാനത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും കരുണയുടെയും ദൂതിന് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ എന്ന് എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് സന്നദ്ധിയാക്കണമേ. സഹോദരങ്ങളെ, പള്ളികൾക്ക് നിരപ്പും ദേറാകൾക്ക് സമാധാനവും അവയിലെ പട്ടക്കാർക്ക് നല്ല കാവലും അവയുടെ പ്രജകൾക്ക് പുഷ്ടിയുള്ള കാലവും ഉണ്ടാകുവാനായി എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ സമാധാനപ്പെടുത്തണമേ. സഹോദരങ്ങളെ, സത്പ്രവൃത്തികളാലും നീതിയുള്ള വെടിപ്പായ പുണ്യ നടപടികളാലും ദൈവത്തിന് ഇഷ്ടമുള്ള സത്യക്രിസ്ത്യാനികളായിരിക്കാൻ എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. സഹോദരങ്ങളെ, നാമും നമ്മുടെ മരിച്ചുപോയവരും നമ്മുടെ സമൂഹമൊക്കെയും കെടാത്ത അഗ്നിയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും കഠിനമായ വേദനയിൽ നിന്നും കൈപ്പേറിയ കരച്ചിലിൽ നിന്നും അവസാനമില്ലാത്ത പല്ലുകടിയിൽ നിന്നും രക്ഷപ്പെടുവാനായി എല്ലായ്പ്പോഴും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ സ്നേഹമായാൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, മേലുള്ളവരും താഴെയുള്ളവരും ആത്മീയരും മൺമേരും നിന്നെ വന്ദിക്കുന്നു. ബലഹീനരും ദുരിതം അനുഭവിക്കുന്നവരുമാ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പാപത്തിന്റെ സകല അശുദ്ധിയിൽ നിന്നും അനീതിയിൽ നിന്നും ഞങ്ങള് നീ വെടിപ്പാക്കണമേ. നിർമ്മലവും നിഷ്കളങ്കവുമായ ഹൃദയത്തോട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുമാറാകണമേ. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാലോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദോഷങ്ങളെ രക്ഷകൊള്ളണമേ. എന്തുടുന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നിന്റെ മാകരണകൾ ഞങ്ങൾ ചൊരിയണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടന്മാരും ദ്രോഹികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുഖൂല സുബ്ഹാൻ ലവൽമേ പാർക്കുമോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാറയ്ക്കുമോ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തല കുനിക്കുന്നു. നിന്റെ തിരുമുമ്പാ തലകുനിച്ച് നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിന്റെ ജനത്തെ നീ ദർശിക്കണമേ. നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം അവരുടെ ഉത്തമയാചനകൾക്ക് ഉത്തരമല്ലണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. അത് എപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മാധുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കപ്പെടും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധാതൃത്വത്തിന്റെ കൃപയും കരുണകളും എന്റെ സഹോദരങ്ങള് നിങ്ങളെല്ലാവരോടും കൂടി എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. പാർക്കുമോ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നിയണമേ, അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. ആമേൻ. തിരുമേനിയുടെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ആമേൻ. ഉണ്ടാകുവാനുള്ള സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവന് വിശുദ്ധിയുള്ള ഏകറുഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമാധിപതിൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമേൻ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജി സ്വർഗത്തിൽ നീതിജ്ഞൻ മാർസിദ്ധൻ മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർ കീടും മുറിയോറാഹി
നിൻ ഫലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയ ഓ ഹാലേലൂയ നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും മാറക്കുമോ മൂലം മാതാവിൽ മൂലം മുൽമീനാമീ തപുകച്ചാഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാന്തൻ പക്കലപേക്ഷയണീണം സ്തൗമൻ കാലസ്കുറിയേലായി സോൻ യാമിൻ സ്മരണം വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനുകോട്ട ബാറക്കുമോ ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാഹി മേലൈനു ആധാരേ ഈശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൻ വടികളയും ആഴ്ചീണം ദിവാൻവന പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരും അവല്ലവനോൻ കാരകൾ പോൽ വൃദ്ധതയിലും അവർ അളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടികളും പാർക്കുമോ മന ഓലം വാദാമി ഓലം വൽമീനാമീൻ പോലിങ്ങും ഓർത്തോമാസ്ലീഹ ഉണ്ടേ മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സ്തൗമൻ കാല കുറേലായി സോൻ പ്രാർത്ഥനയിൻ സമയാമിതല്ലോ മോർഷമൂന്തസ്തൂനി പതുവിൻ പാടി നിൻ കൂട്ട തലയായി പ്രാർത്ഥിക്ക ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോത്ര കൈവാഴ്ത്തേണം ബാറക്കുമോ നിവരീച്ചൊരു താതനും നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ ഓടിച്ചൂടിയിടുന്ന റൂഹാവന്നിൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ
അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാൻ. ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു വരിക. ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനിയുടെ 15ാമത് ഓർമ്മ പെരുന്നാൾ നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് ആചരിക്കുകയാണ്. ആ പിതാവ് ദീർഘകാലം ഈ സഭയ്ക്ക് വേണ്ടി അക്ഷീണം എത്തിച്ചു. തിരുവനന്തപുരം മെത്രാസനത്തിൻ്റെ 1ാമത്തെ മെത്രാപൊലിത്തയായിട്ട് അതിൻ്റെ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിലൊക്കെ അതിനെ വഴി നടത്തി. 1876 മുതൽ വരെ ഈ സഭ ഒന്നായിട്ട് നിലനിൽക്കുകയായിരുന്നു. 1876 മുളന്തുരുത്തി സുന്നഹത്തിന് ശേഷം അതിലെ പ്രത്യേകമായ ആലോചനയൊന്നും നടത്തിയിട്ടല്ല, ഈ സഭയെ 7 മെത്രാസനങ്ങളായിട്ട് വിഭജിക്കുകയും 6 മെത്രാച്ചന്മാരെ കൂടെ വാഴിക്കുകയും ചെയ്തു. അന്നത്തെ മലങ്കര മെത്രാപോലിത്തയായിരുന്ന ദീവന്നാസ്യോസ് അഞ്ചാമൻ തിരുമേനിക്കാണ് കൊല്ലം മെത്രാസനം നൽകിയത്. അത് തെക്ക് കന്യാകുമാരി മുതൽ, അതായത് തിരുവിതാംകൂട് മുതൽ മാവേലിക്കര വരെ കിടന്നൊരു മെത്രാസനം. ആ മെത്രാസനം 102 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരുവനന്തപുരവും കൊല്ലവുമായിട്ട് വിഭജിക്കപ്പെട്ടു. 1979 ജനുവരി 1 മുതൽ ആ വിഭജനം കഴിഞ്ഞ് ആ മെത്രാസനത്തിൻ്റെ പ്രഥമ സാരഥിയായി ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനി കൽപ്പിച്ചാക്കുന്നു. അദ്ദേഹം മധ്യ വൈദികനായിരുന്ന സമയത്ത് സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒത്തിരി പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും സഭയെ നയിച്ച ആളാണ്. കൊല്ലം കളക്ട്രേറ്റിൽ വലിയൊരു സമ്മേളനം നടത്തുകയും അതിൽ സഭയെക്കുറിച്ച് ധീരമായി സംസാരിക്കുകയും ചെയ്തു. അന്ന് ഞാനൊരു വൈദികനാണ്. 1979 മുതൽ കൊല്ലം മെത്രാസനത്തിലും തിരുവനന്തപുരം മെത്രാസനത്തിലുമായിട്ട് 91 വരെ ഞാൻ വൈദികനായി. ഈ കാലയളവിൽ അഭിവന്ദ്യനായ തിരുമേനിയോടൊപ്പം മാസത്തിൽ 2 ഞായറാഴ്ച വീതം തിരുവനന്തപുരം മെത്രാസനത്തിലെ പള്ളികൾ നടത്തി. അങ്ങനെ അടുത്തിടപെടുവാനായിട്ട് വളരെയേറെ സാധിച്ചിട്ടുണ്ട്. ആദ്യം അവിടെ വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുവാനായിട്ട് പള്ളികളിലൊക്കെ ക്രമീകരിച്ചെങ്കിലും ചില പള്ളികളിലൊക്കെ വാതിലുകൾ അടഞ്ഞു കിടന്നു. ആ സ്വീകരണ ഘോഷയാത്രയിൽ ഞാനും ഒരു വൈദികനായി 79 ജനുവരി 1 തീയതി പോയതാണ്. ഒത്തിരി പ്രതികൂലതകളുടെ നടുവിലാണ് അദ്ദേഹം വരുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന മാത്യൂസ് മാർ കൂർലോസ് തിരുമേനി അഥവാ മാത്യൂസ് ദ്വിതീയൻ ബാബ തിരുമേനി ഈ മെത്രാസനത്തെ 25 വർഷം വഴി നടത്തിയതിന് ശേഷമാണ് തിരുമേനിക്ക് ഈ ചുമതല ലഭിക്കുന്നത്. ആ ചുമതലയിൽ അദ്ദേഹം വളരെയേറെ എത്തിച്ചു. ടാഗോർ ഗാർഡൻസിലെ വാടക കെട്ടിടത്തിലാണ് ആദ്യം താമസിക്കുന്നത്. അതിനുശേഷം ഉള്ളൂരിലൊരു കേന്ദ്രമൊക്കെ ഉണ്ടാക്കുകയും പ്രത്യേകം പ്രയത്നിക്കുകയും ചെയ്തു. ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രയത്നഫലമായി ഭദ്രാസനത്തിന് ഒത്തിരി വളർച്ചയുണ്ടായി. ആ വളർച്ച
അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു. അവസാനം വന്നപ്പോൾ വലിയൊരു തുക കടമായിട്ടാണ് ശേഷിച്ചിരുന്നത്. ആ അവസരത്തിൽ അദ്ദേഹം ഗൾഫ് രാജ്യത്തേക്ക് പോവുകയും ഇനി ഞാൻ ഈ സ്ഥലത്തേക്ക് വരുമോ എന്ന് നിശ്ചയമില്ല, വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ആളുകളോട് സഹായം ആവശ്യപ്പെടുകയും എല്ലാ കടങ്ങളും വീട്ടത്തക്ക വിധത്തിൽ തുകകൾ സംഭരിച്ച് ആ കടങ്ങളൊക്കെ വീട്ടുകയും ചെയ്തു. അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഒരു ലക്ഷ്യബോധമുണ്ടായിരുന്നു. സാധാരണയായി മറ്റുള്ളവർ ഉപയോഗിക്കാത്ത ചില വാക്കുകൾ അദ്ദേഹം മലയാളത്തിലെ ചില വാക്കുകൾ എപ്പോഴും പറഞ്ഞിരുന്നു. ചില അഭിപ്രായങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് സുചിന്തിതമല്ല എന്ന് പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ ചിന്തിച്ചിട്ടുള്ള അഭിപ്രായമല്ല, സുചിന്തിതമല്ലാത്ത അഭിപ്രായങ്ങൾ ഒന്നും അദ്ദേഹം ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെ മാതാവിൻ്റെ ചാർച്ചയിലുള്ള പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയെ പോലെ അദ്ദേഹം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് പഴയ സെമിനാരിയുടെ നാലുകെട്ടിൽ രാത്രിയുടെ സമയത്ത് വടിയിടിച്ച് നടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വടി ഒന്ന് അമർത്തിയിടിക്കുന്നത് കേൾക്കാമെന്ന് അന്നുണ്ടായിരുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താണ്? സഭ മുഴുവനും വളരെയധികം കേസുകളാണ്. ആ കേസുകളുടെ അവസ്ഥയിൽ ഓരോ തീരുമാനവും ഉറപ്പിക്കുന്നതാണ് ഈ ബലമായി ഇടിക്കുന്ന ഇടിയെന്ന് അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മണലച്ചനുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിൻ്റെ ചാർച്ചയിൽ വന്ന പിൻഗാമി ഓരോ കാര്യങ്ങളെക്കുറിച്ചും വേണ്ടതുപോലെ ആലോചിച്ച് തീരുമാനിച്ച് പ്രവർത്തിച്ചു. ശാരീരികമായ പ്രയാസങ്ങളെക്കുറിച്ച് ഒന്നും അധികം ചിന്തിക്കാതെ വളരെയേറെ തീഷ്ണതയോടും കഷ്ടതയോടുമാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത്. അവിടെ ഒരു വികലാംഗബാല ഭവനം തുടങ്ങുകയും അവരെക്കുറിച്ച് ശ്രദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. ഈ പുണ്യവാന്മാരായ പിതാക്കന്മാരെ ഓർക്കുമ്പോൾ ദൈവം അവരെ ഫലമേൽപ്പിച്ചതായ കാര്യങ്ങളിൽ അവർ വിശ്വസ്തയോട്, ജാഗ്രതയോടെ നിറവേറ്റി. ഇവിടെ ഈ കാണുന്ന ഈ സ്ഥാപനമൊക്കെ അദ്ദേഹത്തിൻ്റെ പിതൃസ്വത്തിൻ്റെ അവകാശമാണ്. അത് സഭയ്ക്ക് വേണ്ടി നൽകി. അതുമാത്രമല്ല, അദ്ദേഹത്തോട് കൂടെ ജീവിച്ചിരുന്ന അഭ്യുന്നനായ ഭാഗ്യസ്മരണാർഹനായ എപ്പിഫാനിയോസ് തിരുമേനി, അന്ന് കേമത്തായച്ചൻ, ഞാൻ ഡബ്ല്യു ചെറിയാച്ചൻ, ഞങ്ങൾ രണ്ടുപേരും ആ മെത്രാസനത്തിൽ ഉള്ളിലുള്ള ജനിച്ചു വളർന്നിട്ടുള്ളവർ. ഞങ്ങളുടെ മേൽപ്പെട്ട സ്ഥാനത്തേക്കുള്ള കാര്യങ്ങൾ ഞങ്ങളെ അദ്ദേഹം വേണ്ട വിധത്തിലൊക്കെ വഴി നയിച്ചു എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. പരിശുദ്ധ മാത്യൂസ് സ്ഥിതിയും ബാബ തിരുമേനിയും ഞങ്ങളെ വഴി നയിച്ചു, അത് മറക്കാവുന്നതല്ല. ഇങ്ങനെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവ്. ഇപ്പോൾ പലപ്പോഴും പലരുടെയും ചിന്ത നമുക്ക് ശേഷം പ്രളയമെന്നാണ്. എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വേണ്ട വിധത്തിൽ ചിന്തയില്ലാതെ ചിലരൊക്കെ പ്രവർത്തിക്കുന്നു. അത് ദുഃഖകരവും സങ്കടകരവുമാണ്. നമ്മുടെ ഇടയിൽ, ആളുകളുടെ ഇടയിൽ ഈ വിത്തെടുത്ത് കുത്തി ഉണ്ണുന്ന സ്വഭാവമാണ് പലപ്പോഴും. വിത്ത് കുത്തി ഉണ്ണാനുള്ളതല്ല, അത് അടുത്ത കൃഷിക്കുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. വിത്തെടുത്ത് കുത്തി ഉണ്ണാതെ അവനവൻ അധ്വാനിച്ച് വിത്ത് മാറ്റി വയ്ക്കുകയും അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതുകയും ചെയ്യണം. ഇന്നീ അല്പവൃഷ്ടിയും അതിവൃഷ്ടിയും അനാവൃഷ്ടിയൊക്കെ ഉണ്ടാകുന്നു. മഴയെക്കുറിച്ചാണ് പറയുന്നത്. അല്പമഴ, അതിമഴ, അവസരത്തിലല്ലാത്ത മഴ, ഇതൊക്കെ നമ്മൾ പ്രകൃതിയെ വേണ്ട വിധത്തിൽ കരുതാതെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ്.
ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ പിതാവ് എതിരായിരുന്നു. ഇടമുളയ്ക്കൽ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ ചാർച്ചപ്പെട്ട പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതിന് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ആ പിതാവിൻ്റെ പേര് നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹം ഓർത്തു. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നടന്നു വന്ന വഴികൾ മറന്നു പോവുക. ഇന്നത്തെ തലമുറയ്ക്ക് പഴയതെന്തെങ്കിലും ഒന്ന് കേൾക്കാൻ പോലും ഇഷ്ടമല്ല. കുഞ്ഞുങ്ങളോട് കഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മാതാപിതാക്കൾ ആരെങ്കിലും പറഞ്ഞാൽ അധികം പേരൊന്നും പറയാറില്ല. അന്ന് അതിനുടനെ അവർക്ക് തർക്കുത്തരം ഉണ്ടായിരുന്നു. നിങ്ങൾ 5-10 മൈലൊക്കെ നടന്നത് അന്ന് ഓട്ടോറിക്ഷ ഇല്ലാഞ്ഞിട്ടാണ്, അന്ന് പിന്നെ ബസ്സില്ലാഞ്ഞുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഞങ്ങളെന്തോ വേണം, ഇന്നിതെല്ലാം ഉണ്ട്, ഞങ്ങൾ എന്തിനാണ് നടക്കുന്നത്? അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാ, 2ാം ലോകമഹായുദ്ധവും അതിനോടടുത്ത് ജനിച്ചവർ പലരും ഇവിടെയുണ്ട്. ആ യുദ്ധത്തിൻ്റെ കെടുതികളെക്കുറിച്ച് പറയുമ്പോൾ അതന്നല്ലായിരുന്നു എന്ന് ചോദിക്കുന്ന ഇളം തലമുറയുണ്ട്. എന്നാൽ ഇന്നും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ സിറിയയിലെ നമ്മുടെ സഭയിൽപ്പെട്ട ആളുകൾ ഛിദ്രങ്ങളും കേസുകളുമൊക്കെ ഉണ്ടായെങ്കിലും അവരുടെ പഠിപ്പിച്ച ആചാര അനുഷ്ഠാനങ്ങളൊക്കെയാണ് നമ്മളിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതേ ഉള്ളൂ. സുറിയാനി രൂപമല്ല അവിടെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ആ വ്യക്തികളെയൊക്കെ നമ്മളിന്ന് തീരെ മറന്നു പോകുന്നു, വിസ്മരിക്കുന്നു. നടന്നു വന്ന വഴികളെ വിസ്മരിച്ചിട്ടാണ് ഇന്നത്തെ ഇളം തലമുറകളെല്ലാം പോകുന്നത്. എന്നാൽ ഈ പിതാവ് അവിടെ കാണിച്ചു തന്നത് അദ്ദേഹത്തിൻ്റെ പിതാമഹനായ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുവാൻ വേണ്ടി ഒരു സ്ഥാപനം പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഇടമുളയ്ക്കൽ ദേശത്ത് ദീർഘവീക്ഷണത്തോടുകൂടെ പല കാര്യങ്ങൾ ചെയ്തു. മെത്രാസനത്തിൻ്റെ കെട്ടുറപ്പിനും അതിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹത്തോട് കൂടെ നിന്ന് പ്രവർത്തിച്ച പലരുണ്ട്. കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരും വളരെ ശ്രദ്ധേയരായിട്ടുള്ള ആളുകളായിരുന്നു. അവർക്കെല്ലാം ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഈ മെത്രാസനത്തെ വളർത്തി ഉയർത്തി ഉന്നതമായ ശ്രേണിയിലേക്ക് കൊണ്ടുവരണം. ഈ ഓരോ ഭവനത്തിലിരിക്കുന്ന പിതാക്കന്മാരിവിടെയുണ്ട്, മാതാക്കളുണ്ട്. എല്ലാവരുടെയും ചിന്ത അതായിരിക്കണം. എല്ലാത്തിനെയും കുറിച്ച് ഉന്നതമായ ചിന്തയുണ്ടാകണം, ദീർഘമായൊരു വീക്ഷണം ഉണ്ടാകണം. ഇതൊന്നും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുക. ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ, ചെറിയ കാര്യങ്ങൾ എന്ന് നമുക്ക് തോന്നുന്ന പോലും ശ്രദ്ധയോടെ വന്യപിതാവ് ചെയ്തിരുന്നു. ഒരു സെതറായിലി പ്രകാരം ചൊല്ലുന്നുണ്ട്, അത് അദ്ദേഹത്തെക്കുറിച്ച് ശരിയാണ്. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, ഉന്നതങ്ങളിൽ വസിക്കുകയും അഗാധങ്ങളിലുള്ള താഴെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ദൈവം. കഴുകനെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. അത് വളരെ ഉന്നതത്തിൽ കൂടെ പറന്നു പോകും, വളരെ ഉയരത്തിൽ, നമ്മുടെ സാധാരണ പക്ഷികളെക്കാളെല്ലാം വളരെ ഉയരത്തിലാണ് അത് പറന്നു പോകുന്നത്. എന്നാൽ താഴെ ഇടയ്ക്കൊരു കോഴിക്കുഞ്ഞിനെയോ ഒരു ചെറിയ പക്ഷി കണ്ടാൽ അത് നേരെ ഇവിടേക്ക് വന്ന് അതിനെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കണ്ണ് വളരെ ശ്രദ്ധേയമാണ്. ഉന്നതത്തിലാണെങ്കിലും താഴത്തെ കാര്യം ഒരുപോലെ വന്നു. നമുക്ക് ഓരോരുത്തർക്കും ഉന്നതത്തിലേക്കുള്ള ദർശനം ശരിയാകണം. ദൈവവുമായിട്ടുള്ള ബന്ധവും ദർശനവും ശരിയായെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ശരിയാകത്തുള്ളൂ. കുരിശും പഠിപ്പിക്കുന്ന അതാ, കുരിശിൻ്റെ ഒരു ദണ്ട് താഴെ നിന്ന് മുകളിലോട്ടുണ്ട്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം, മറ്റത് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. ഈ ബന്ധങ്ങൾ ഇന്ന് ശരിയാകുന്നില്ല. ഭവനത്തിൽ പിതാവും മാതാവും ഒക്കെയായ കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് ബന്ധങ്ങൾ തീരെ തീരെ ഇല്ലാതായി പോകും. അത്യാവശ്യമായിട്ടുള്ളവരാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ മാത്രമാണ് സ്വാഭാവിക മരണം പ്രാപിച്ചത്, യോഹന്നാൻ ശ്ലീഹ. യോഹന്നാൻ ശ്ലീഹയെക്കുറിച്ച് ആഴമായി ചിന്തിക്കുമ്പോൾ ഈ അടുത്ത സമയത്തൊരു പുസ്തകത്തിൽ വായിക്കുവാനിടയായി. അത്താഴത്തിലിരിക്കുമ്പോൾ
മറ്റുള്ളവർ ചോദിച്ചു, ആരാ അതിനെ കാണിച്ചെന്ന് കൊടുക്കുന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു. കർത്താവിൻ്റെ മാറോട് ചാരിയിരുന്നുകൊണ്ട് യോഹന്നാൻ അത് ചോദിക്കുന്നു. ഒരാൾ ഒറ്റിക്കൊടുത്തപ്പോഴും ഒരാൾ തള്ളിപ്പറഞ്ഞപ്പോഴും ബാക്കി 9 പേര് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഓടിപ്പോയപ്പോഴും പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഓടിപ്പോകാൻ പറ്റിയില്ല. അതിനെക്കുറിച്ച് ആ പുസ്തകത്തിൽ വിവരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. കർത്താവിൻ്റെ ഹൃദയതാളം അറിഞ്ഞവന് കർത്താവിനെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ഹൃദയതാളം അറിഞ്ഞവരായിരുന്നു ഈ പിതാക്കന്മാരൊക്കെ. അവർക്കൊരിക്കലും ദൈവത്തെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ഹൃദയതാളം അറിയണം. ഭർത്താവ് ഭാര്യയുടെ ഹൃദയതാളം അറിയണം. ഭാര്യ ഭർത്താവിൻ്റെ ഹൃദയതാളം അറിയണം. വാത്സല്യമുള്ള കുഞ്ഞുങ്ങളും അതുപോലെ തമ്മിൽ അറിയണം. എങ്കിൽ മാത്രമേ കുടുംബവും കുടുംബജീവിതവും ഒക്കെ ശ്രേഷ്ഠമായി തീരുകയുള്ളൂ. പിതാക്കന്മാർ അവർ സഭയോട് സമൂഹത്തോടെയൊക്കെ ദൈവത്തിൻ്റെ ഹൃദയതാളം മനസ്സിലാക്കി ജീവിച്ചു. യോഹന്നാൻ ശ്ലീഹായ്ക്ക് മഹാഭാഗ്യം ഒന്നുകൂടെ കിട്ടുന്നും കൂടെ പറയുക. കർത്താവിൻ്റെ ഹൃദയതാളം പറഞ്ഞ യോഹന്നാന് കുരിശിൻ്റെ ഒട്ടിൽ നിന്ന് ഓടിപ്പോകാൻ കഴിഞ്ഞില്ല. ആ കഷ്ടതയുടെ നടുവിൽ യോഹന്നാൻ ഒരു വലിയ ഭാഗ്യം കൂടെ കിട്ടുന്നു. കർത്താവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് കിട്ടുന്നു. അമ്മയോട് പറയാണ്, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനോട് പറയുന്നു, ഇതാ എന്ന് നിൻ്റെ അമ്മയെന്ന്. അങ്ങനെ പരസ്പരം ഫലമേൽപ്പിക്കുക. അപ്പം ദൈവത്തിൻ്റെ ഹൃദയം, ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ചായച്ച് ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നമ്മൾ വളരണം. ഈ പിതാവ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചു. ആ ബന്ധത്തിൽ മറ്റുള്ളവരെ കണ്ടു. കൂടെയുള്ളവരെയൊക്കെ ഉയർത്തുന്നതിന് അദ്ദേഹത്തിന് ഒരു പ്രയാസമില്ലായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ ഞങ്ങളെയൊക്കെ ഈ സ്ഥാനങ്ങളിലേക്കൊക്കെ കൈപിടിച്ച് കയറ്റുവാൻ സഹായിച്ചു. ഞാൻ സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. പലപ്പോഴും പല സ്ഥലത്തും കാണുന്നത് ഏത്തവാഴ കൃഷിക്കാരനെ പോലെയാണ്. ഏത്തവാഴ കൃഷിക്കാരൻ എന്താണ് ചെയ്യുന്നതെന്ന് കൃഷി അറിയാവുന്നവർക്കൊക്കെ അറിയാം, കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. ഏത്തവാഴ നട്ട് വളർന്ന് കൊലയ്ക്കുന്നത് വരെ ഏത്തവാഴയുടെ ചുവട്ടിലുള്ള വിത്ത് ചവിട്ടിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ താഴെ ഒന്നും വളർന്നു വരാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു തലമുറയായിരുന്നു. നേതൃത്വം എന്ന് പറയുമ്പം താഴെ വളർന്നു വരേണ്ടതാണ്. മരുഭൂമിയിലെ ഒരു വൃക്ഷത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്. അത് മരുഭൂമി വെള്ളമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വായുവിൽ അല്പാൽപ്പം വെള്ളമുണ്ട്. ആ വെള്ളമൊക്കെ ഈ മരുഭൂമിയിലെ വൃക്ഷം ഒരു പ്രത്യേക വൃക്ഷമാണ്. ആ വൃക്ഷം സ്വീകരിച്ചിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് ആ വെള്ളത്തിൻ്റെ അധികം ആ ചുവട്ടിലെല്ലാം നല്ല തണുപ്പ് കിട്ടും. അത് മുഖാന്തരം ജീവികളും സസ്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകും. ഇങ്ങനെയുള്ള പിതാക്കന്മാരൊക്കെ ഈ മരുഭൂമിയിലെ ഇത്തരം മരങ്ങളെ പോലെ അവർ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ വാങ്ങിച്ചു തന്നു. പരിശുദ്ധനായ പരിമലത്തിനുമേനെയും പരിശുദ്ധനായ വട്ടശ്ശേരിത്തിനുമേനെയും ഒക്കെ അവരുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യം മാത്രമല്ല, ഏറെ കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടി അത് ബലഹീനം പാപികളായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചൊരിഞ്ഞു തരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലാകണം. ആ പുണ്യപിതാവിൻ്റെ ഓർമ്മ നിലനിർത്തുന്നു. 78 മെയ് 15 അദ്ദേഹം മെത്രാപ്പൊലിത്തയായി വാഴിക്കപ്പെട്ടു. 99 വരെ അദ്ദേഹം മെത്രാസനത്തിൻ്റെ ചുമതലയിലായി. അതിൽ നിന്ന് വാങ്ങിപ്പോയി. ആ പുണ്യപിതാവിൻ്റെ സ്മരണ, ഓർമ്മ നമുക്കെല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ. പെരുന്നാൾ വരുമ്പം എന്തെങ്കിലും ഒരു ഘോഷയാത്ര നടത്തിയിട്ടോ അല്ലെങ്കിൽ ഒരു പദയാത്ര നടത്തിയിട്ടോ അതുകൊണ്ടൊന്നും മാത്രമായില്ല. അതൊക്കെ ആവശ്യമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. എന്നാൽ ഈ പുണ്യവാന്മാരായ പിതാക്കന്മാരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ പകർത്തണം. അതിന് ദൈവം ബലഹീനായ നമുക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. മക്കളിലപ്പൻ തുകയുതുപോലെ
ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പൂക്കും ഇത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. تكون شبهولا بول برو والروح قادشو من عالم آدم العالم المينامي ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരതിൻ ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ േറും രക്തകാസാപാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കുന്നവരിൽ കാന്തി പാർക്കുമോ. മൃതരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മരമാതിനുയരേ കർത്താവേ ഉള്ളൊരു കെട്ടിയ ബറക്കുമോർ. ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായ പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേ. അഗ്നിമായന്മാരേന്നോ കിൽവീറ ചീടുന്നു അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. നാട്ട് പറയണം. രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ വേർപ്പിനും എന്നേക്കും ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്നവനുമാ ദൈവപുത്ര, പുണ്യപ്പെടുത്തുന്ന നിന്റെ ബലിപീഠത്തുന്ന നിന്റെ അടിയാർക്ക് പാപരിഹാരം ഇറങ്ങുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമാണുവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി തിരുമുമ്പാകുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ ശരീരവും രക്തവും കൈക്കൊള്ളുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ വാഴ്ത്തേണമേ. വലിയവരും നമ്മുടെ രക്ഷിതാവുമായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും അവയെ കൊടുക്കുന്നവരും അവയെ കൈക്കൊള്ളുന്നവരും അവയിൽ പരിശ്രമിച്ച് സംബന്ധിച്ചവരുടെ മേലും സംബന്ധിക്കുന്നവരും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലും രണ്ട് ലോകങ്ങളും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ, നിനക്ക് സ്തുതി. പാർക്കുമോ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാ
ഞങ്ങളുടെ കർത്താവ് നീക്ക് ഞങ്ങളുടെ ദൈവമാണുവേ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ വിലയേറിയ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ ശരീരത്വവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരിലും കരുണ ചെയ്യണമേ. ഭൂവാകെ നാമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കാവറടഞ്ഞോർന്നൽ ശരണം നീ മൃദർ തൻ ഉയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ശ്രേഷ്ഠവും വിസ്മരണീയമായ നിക്ഷേപം ഞങ്ങൾ നീ കാത്തു സൂക്ഷിച്ച് നിന്റെ രാജ്യത്തിലെ ആനന്ദാനുഭവത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. ആർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, മുമ്പാകെ ഞങ്ങൾ തലകൾ കുനിക്കുന്നു. മഹുത്വരാജാവായ മിശിഹാ തമ്പുരാനേ, വിശ്വാസികളായ നിന്റെ ജനത്തിന്റെ പാപത്തെ നീ പരിഹരിക്കണമേ. നിന്റെ ഇടവയുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. ധനവാന്മാരെ കാത്തുകൊള്ളണമേ. അനാഥരെയും വൈസവ്യത്തിലിരിക്കുന്നവരെയും പോറ്റി പുലർത്തുമാറാണമേ. ദരിദ്രന്മാർ നീ ജാഗരൂകരായിരിക്കണമേ. ആവശ്യക്കാർ കുറവുകളെ നീ പരിഹരിക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും എന്നേ സ്തുതിയും ബഹുമാനവും ആധിപത്യവും എന്നേക്ക് യോഗ്യമാകുന്നു. ആമീൻ. ബാറേക്കുമോ. ഉലകൻ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു. മനുഷ്യനന്ദനരായോരുടെ ശ്രേഷ്ഠാചാര്യ സഭയെ സേവി അജപാലകനായ ഉലകം വിട്ടോൻ മോർദിയസ്കോറോസ് ഓർക്കണമേ നിൻ വാനവ ബലിയിൽ. ആമീൻ. നാദപുരോഹിതനിവിടുണ്ടായൊരു കുറവുകളെല്ലാം തുടരും നിന്നുടെ ബലിയിൽ കൃപയാൽ മാഞ്ഞിടണമേ. ആടുകളെത്തി പാലകനന്ത്യം വാനവകേഹി പുണ്യഗണത്തിൽ തിരുസന്നിധിയിൽ മോദിക്കണമേ. നാദാസവിദേയുൾപ്പാ ദൈവീക കാന്തിയേഴും സുതവാ ഇന്നാൾ സ്മൃതനാം ഈ ശ്രേഷ്ഠാചാര്യനീ ആമോദാൽ പാർപ്പിക്കുക പാവനനാഥ. കടപരിഹാരം
നാദാ നീ ഏകാം കുറവുകൾ പോക്കുക മസിഹാ സോനോ നാദാ വിമലാത്മാവാം ദേവാ പാവം പോക്കി മുഖകാന്തിയതേകാ സെലൂൻ ബസ്ലോഹാൻ ഹാബിബാൻ സഹോദരൻ വാത്സല്യമുള്ളവരുമേ, കർത്താവിന്റെ പുണ്യപ്പെടുത്തുന്ന ബലിപീഠത്തിന്റെ അനുഗ്രഹങ്ങളോട് വഴിയാഹാരങ്ങളോട് വിശുദ്ധിയും മഹത്വമുള്ള തത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ പരിമേൽപ്പിക്കുന്നതായ സമയത്ത് സമാധാനത്താൽ ദൂരസ്ഥരോട് സമീപസ്ഥമാകിയവരോട് ഞങ്ങളോട് കർത്താവിന്റെ ദൈവ സ്ത്രീവായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസ ആഘോഷമായ ഈ തൃത്വം നിങ്ങളുടെ കടകളെ പരിഹരിക്കുകയും നിങ്ങൾ കുറവുകളെ ക്ഷമിക്കുകയും ഞങ്ങളുടെ വാങ്ങിപ്പോലെ ആത്മാവിനെ അനുകൂലമാക്കുകയും ചെയ്യും. ബലഹീനനും പാപിയും ദാസനുമായ ഞാൻ ഞങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹം കൈക്കൊണ്ട് സഹായിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്താൽ എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യും. ആമീൻ. കർത്താവ് അവിടുത്തെ കൃപാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.